നമസ്കാരം. പ്രധാന വാർത്തകൾ. റോബിൻ ബസിനെതിരെ വീണ്ടും MVD 1,00,000 രൂപ പിഴയിട്ടു. നിയമവിരുദ്ധമായി മൾട്ടി കളർ ലേസർ ലൈറ്റുകൾ ഘടിപ്പിച്ച് സർവീസ് നടത്തിയ ടൂറിസ്റ്റ് ബസിന് 1,00,000 രൂപ പിഴയിട്ട് മോട്ടോർ വാഹന വകുപ്പ്. കൊല്ലം രജിസ്ട്രേഷനിലുള്ള റോബിൻ ബസിനാണ് ബത്തേരിയിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിഴയിട്ടത്. തിരുവല്ല ഭാഗത്തുനിന്നും മൈസൂരുവിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം. നിയമവിരുദ്ധമായി ഘടിപ്പിച്ച ലൈറ്റുകളുടെ എണ്ണം കണക്കാക്കിയാണ് പിഴയിട്ടതെന്നാണ് സൂചന. ബസിന്റെ ഉള്ളിൽ റിവോൾവിംഗ് ലൈറ്റുകളും പുറത്ത് LED ലേസർ ലൈറ്റുകളും ഘടിപ്പിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് വിഭാഗം AVI PS ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് വാഹന പരിശോധന നടത്തിയത്. ആംബുലൻസിന് സൈഡ് കൊടുക്കുന്നതിനിടെ ടോറസ് ലോറിക്ക് പിന്നിൽ ബസ്സിടിച്ചു. 7 പേർക്ക് പരിക്ക്. തൃശൂർ മിണാലൂരിൽ ടോറസ് ലോറിക്ക് പിന്നിൽ ബസ്സിടിച്ച് അപകടം. 7 പേർക്ക് പരിക്കേറ്റു. ആംബുലൻസിന് സൈഡ് കൊടുക്കുന്നതിനിടെ ടോറസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ബസ് പിന്നിൽ വന്നിടിച്ചത്. അപകടത്തിൽ ബസ്സിലെ യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വണ്ടിയിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത്. മൃതദേഹത്തിന് ചുറ്റും രക്തം തളം കെട്ടിക്കിടക്കുന്നു. അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒഡീഷ സ്വദേശി സമീർ നായിക്കാണ് മരിച്ചത്. അട്ടക്കുളങ്ങര രാമചന്ദ്രനിൽ തൊഴിലാളിയാണ് സമീർ. കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെടുത്തത്. മൃതദേഹത്തിന് ചുറ്റും രക്തം തളം കെട്ടിയിട്ടുണ്ടായിരുന്നു. പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി വരികയാണ്. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കണ്ണൂരിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്ക്. മാലൂരിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്ക്. വിജയലക്ഷ്മി, പ്രീത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തലശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാലൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിലുള്ള പൂവൻപൊയിലാണ് സംഭവം. പൂവൻപൊയിൽ സ്വദേശി സജീവിന്റെ ഉടമസ്ഥയിലുള്ള വാഴത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കാട് വെട്ടി വൃത്തിയാക്കുന്നതിനിടെ ഇവരുടെ ആയുധം സ്ഫോടക വസ്തുവിൽ തട്ടി പൊട്ടിത്തെറിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റ 2 പേരുടെയും നില ഗുരുതരമല്ലെന്നാണ് വിവരം. ഉപഭോക്താക്കൾക്ക് എണ്ണ കമ്പനികളുടെ പുതുവത്സര സമ്മാനം. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് വില കുറച്ച് ഉപഭോക്താക്കൾക്ക് എണ്ണ കമ്പനികളുടെ പുതുവത്സര സമ്മാനം. ഉപഭോക്താക്കൾ കരുതിയിരുന്നത് പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിക്കുമെന്നാണ്. എന്നാൽ വില കുറച്ചുകൊണ്ട് അവരെ ഞെട്ടിച്ചിരിക്കുകയാണ് പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ. 19 കിലോഗ്രാം സിലിണ്ടറിന് 14.5 രൂപയാണ് കുറച്ചിരിക്കുന്നത്. ഇതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 1,804 രൂപയായി. കഴിഞ്ഞ മാസം 1,818.5 രൂപയായിരുന്നു വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില. 6 മാസത്തിനിടെ ഇതാദ്യമായാണ് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില എണ്ണ കമ്പനികൾ കുറിച്ചിരിക്കുന്നത്. അതേസമയം ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 14.5 കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല.